പ്രിയരെ, ഒരുപക്ഷെ ഈ പരിപാടിക്കിടെ എൻ്റെ തൊണ്ട ഇടറിപ്പോകുമോ എന്ന ആശങ്ക എനിക്കുണ്ട്. കാരണം എന്നെ അറിയുന്ന VS എന്ന പാവങ്ങളുടെ പടത്തലവൻ്റെ വേർപാട് ഹൃദയഭേദകമാണ്. ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിലേക്ക് യാത്രയായ VS അച്യുതാനന്ദൻ എന്ന ഇതിഹാസം വിപ്ലവ പോരാട്ടങ്ങളുടെ ഒരേടാണ്. നമസ്കാരം. ഇൻസൈഡറിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇടുക്കിക്കാരനായ എനിക്ക് VSുമായി പരിചയമുണ്ടാകുന്നത് മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലിൻ്റെ കാലത്താണ്. കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന തേജസ് ദിനപത്രത്തിൻ്റെ സബ് എഡിറ്ററായിരുന്ന എന്നെ മൂന്നാർ കയ്യേറ്റം സംബന്ധിച്ച ചില അന്വേഷണാത്മക റിപ്പോർട്ടുകളിലെ വസ്തുതകൾ തേടി ചില ഇന്റലിജൻസ് രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് നിന്ന് നേരിട്ടെത്തിയത് ഇക്കാലത്താണ്. എനിക്ക് വിശ്വസ്തരെന്ന് തോന്നിയ ചില ഉദ്യോഗസ്ഥർക്ക് ബന്ധപ്പെട്ട രേഖകൾ കൈമാറുകയും ചെയ്തു. പിന്നീട് ഓപ്പറേഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫീസർ സുരേഷ് കുമാർ, ഇടുക്കി ജില്ലാ കളക്ടറായിരുന്ന രാജു നാരായണസ്വാമി IAS, IG ഇർഷാദ് സിംഗ് IPS എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം മൂന്നാറിലെത്തി. ദൗത്യങ്ങൾക്കിടെ VS അച്യുതാനന്ദൻ മൂന്നാറിലെ സർക്കാർ ഗസ്റ്റ് ഹൗസിൽ തങ്ങിയിരുന്നു. ഈ ഘട്ടത്തിലായിരുന്നു VSന്റെ ചില വിശ്വസ്തരായ ഉദ്യോഗസ്ഥർ എന്നെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തിയത്. ഈ സമയം അദ്ദേഹത്തിൻ്റെ മുന്നിലിരുന്ന ഫയലിൽ ഞാൻ തയ്യാറാക്കിയ വാർത്താ റിപ്പോർട്ടുകളുടെ കട്ടിങ്സുകളും ഉണ്ടായിരുന്നു. ബഹുമാനമോ ഭയമോ എന്നറിയില്ല, അദ്ദേഹം ഇരിക്കാൻ പറഞ്ഞിട്ടും ഞാൻ ഇരുന്നില്ല. ഇതിനിടെ ചില വാർത്തകളിലെ ചില കാര്യങ്ങൾ രേഖകളുടെ സഹായത്തോടെ ഒരു ഉദ്യോഗസ്ഥൻ VSന് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ആ ഉദ്യോഗസ്ഥനെ ശ്രദ്ധിച്ചത്. മുൻപ് എന്നെ നേരിൽ കണ്ട് വിവരങ്ങൾ ശേഖരിച്ച ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്നു അത്. 10 മിനിറ്റ് നീണ്ട VSുമായിട്ടുള്ള കൂടിക്കാഴ്ച അവസാനിച്ചു. പോരാൻ നേരം പുഞ്ചിരിയോടെ എൻ്റെ തോളിൽ ഒന്ന് തട്ടിയ VS എന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പിന്നീട് മൂന്നാറിലുൾപ്പെടെ കേരളത്തിലെ കയ്യേറ്റക്കാരുടെ പേടി സ്വപ്നമായി മാറുന്നത് ഞാൻ കണ്ടറിഞ്ഞു. VSന്റെ സമരചരിത്രങ്ങളുടെ ഇതിഹാസ ഭൂമികയാണ് എൻ്റെ ജന്മദേശമായ ഇടുക്കി. VS എന്ന പോരാട്ട വീര്യത്തിന് പര്യായ പദമായേക്കാവുന്ന എത്രയേറെ സ്ഥലങ്ങളാണ് ഇടുക്കിയിലുള്ളത്. ദേവികുളം, മതികെട്ടാൻ, മൂന്നാർ, മറയൂർ, ചെങ്കുളം, കമ്പക്കല്ല്, കടവരി, കൊട്ടാക്കമ്പൂർ, വട്ടവട, മാങ്കുളം, ഇങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. പ്രായത്തെ വെല്ലുവിളിച്ച് VS കയറിയിറങ്ങിയ ഇടുക്കിയിലെ മലനിരകളിൽ ഭൂമികയ്യേറ്റം ഉണ്ടായിരുന്നു. കഞ്ചാവ് മാഫിയയുടെ ലഹരി സങ്കേതങ്ങൾ ഉണ്ടായിരുന്നു. ചന്ദനമരങ്ങളുടെ അനധികൃത കടത്തുകൾ ഉണ്ടായിരുന്നു. കുടിയൊഴിപ്പിക്കപ്പെട്ട കർഷകരും ഉണ്ടായിരുന്നു. ചൂഷണത്തിനും വിവേചനത്തിനും ഇരയാകുന്ന തോട്ടം തൊഴിലാളി സ്ത്രീകളും ഉണ്ടായിരുന്നു. എല്ലായിടത്തും VS എത്തി. കള്ളക്കടത്ത് ലഹരി മാഫിയകളുടെയും കാർഷിക തൊഴിലാളി ചൂഷകരുടെയും കണ്ണിലെ കരടായി VS മാറി. ഓരോ തവണ VS ഇടുക്കിയിലെത്തുമ്പോഴും കേരളത്തിൻ്റെ സമരചരിത്രങ്ങളിൽ അത് ഓരോ തങ്കലിപിയുടെ പിറവിയായി മാറിയിരുന്നു. ഇടുക്കിയുടെ ചരിത്രത്തിൽ VS എന്ന പേര് ആദ്യം അടയാളപ്പെട്ടത് 1958 കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ ആയുസ് തീരുമാനിക്കുന്ന ദേവികുളം ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാലത്താണത്. ഇവിടുത്തെ നാമനിർദ്ദേശ പത്രിക തള്ളിയ എതിർ സ്ഥാനാർത്ഥിക്ക് വീണ്ടും മത്സരിക്കാൻ അവസരം നൽകി. റോസമ്മ പുന്നൂസ് വിജയിച്ച തിരഞ്ഞെടുപ്പ് കോടതി റദ്ദാക്കി. ആ വിധിയുടെ പശ്ചാത്തലത്തിലാണ് ദേവികുളത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഇറങ്ങില്ലെന്ന് EMS പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് വിജയിക്കേണ്ടതിൻ്റെയും കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ നിലനിർത്തേണ്ടതിൻ്റെയും ഉത്തരവാദിത്തം അങ്ങനെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കായി. ദേവികുളത്ത് തോറ്റാൽ സ്പീക്കറുടെ കാസ്റ്റിംഗ് വോട്ടിനെ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നയിക്കാൻ പാർട്ടി നിയോഗിച്ചത് VSനെയായിരുന്നു. 1957 നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിൽ പാർട്ടിയുടെ സമ്പൂർണ്ണ വിജയത്തിന് ചുക്കാൻ പിടിച്ച ജില്ലാ സെക്രട്ടറിയായിരുന്നു അന്ന് VS. ദേവികുളത്തേക്ക് നിയോഗിക്കപ്പെടുമ്പോൾ കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ ജീവൻ നിലനിർത്തുക എന്നതായിരുന്നു VSന്റെ ദൗത്യം. ആലപ്പുഴ പോലെ തൊഴിലാളി വർഗത്തിനിടയിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉഴുതുമറിച്ച മണ്ണായിരുന്നില്ല ദേവികുളത്തിൻ്റേത്. ഇന്നത്തെ ദേവികുളമായിരുന്നില്ല പഴയ ദേവികുളം. ഇന്നത്തെ ദേവികുളം ഉടുമ്പൻചോല, അതുപോലെ പീരുമേട് മണ്ഡലങ്ങൾ ചേർന്ന ഭൂമിശാസ്ത്രപരമായ ഒരു വിശാല പ്രദേശമായിരുന്നു പഴയ ദേവികുളം മണ്ഡലം. ഒരു കുടിയേറ്റ മേഖല എന്ന നിലയിൽ അടിമുടി വലതുപക്ഷ സ്വഭാവമുണ്ടായിരുന്ന മണ്ഡലം. വിമോചന സമരത്തിന് വഴിതെളിച്ച കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വിവരണങ്ങളുടെ അനുകരണങ്ങൾ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന കാലം. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഊതിപ്പടർത്താനുള്ള എല്ലാ സാമൂഹ്യ സാഹചര്യങ്ങളും ഒത്തുചേർന്ന മണ്ഡലം. കുടിയേറ്റ മേഖല ആയതിനാൽ തന്നെ അടിത്തട്ടിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ശേഷിയുള്ള പാർട്ടി ഘടകങ്ങൾ അന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ദേവികുളത്ത് ഉണ്ടായിരുന്നില്ല. തീർത്തും ദുഷ്കരമായ സാഹചര്യത്തിലാണ് വെള്ളത്തോലിൽ താമസിച്ച് VS തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. VSന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നേതൃത്വവും അണിയറയിലെ തന്ത്രങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തുണയായി.
ഇന്ദിരയെയും കാമരാജനെയും ഇറക്കി കോൺഗ്രസ് കളം നിറച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഇതിഹാസങ്ങൾ ഗ്രാമങ്ങളിൽ എത്തിക്കാൻ VS കഥാപ്രസംഗകരെ ദേവികുളത്തിന്റെ മുക്കിലും മൂലയിലും എത്തിച്ചു. തമിഴ് വോട്ടർമാരുടെ വോട്ട് തേടാൻ സാക്ഷാൽ MGRനെയും ഇളയരാജയെയും VS ദേവികുളത്തിന്റെ ഗോതയിലിറക്കി. ഇളയരാജ പാട്ടുപാടിയാണ് അന്ന് റോസമ്മ പുന്നൂസിനായി വോട്ട് ചോദിച്ചത്. ഒടുവിൽ 7089 വോട്ടിന് റോസമ്മ പുന്നൂസ് വിജയിച്ചു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ ഭാഗതയും മാത്രമല്ല, ഇടുക്കിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണം കൂടിയാണ് അന്ന് നിശ്ചയിക്കപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി നാടിലെ മുക്കിലും മൂലയിലും ഏറ്റവും താഴെത്തട്ടിൽ സുസംഘടിതമായ പാർട്ടി ഘടകങ്ങളും വർഗ ബഹുജന ഘടകങ്ങളും ഈ തെരഞ്ഞെടുപ്പോടെ ഇടുക്കിയിൽ രൂപപ്പെട്ടു. കേവലം തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്ന നിലയിലേക്ക് ചുരുക്കാതെ പാർട്ടി ഏൽപ്പിച്ച ചുമതല സംഘടനാ പ്രവർത്തനം എന്ന നിലയിലാണ് VS ഏറ്റെടുത്തത്. അങ്ങനെ ആദ്യ ദൗത്യം രാഷ്ട്രീയ വിജയമാക്കി മാറ്റിയാണ് VS ഇടുക്കിയിൽ നിന്ന് മടങ്ങിയത്. പൊമ്പിളേസ് ഒരുമേ സമരമടക്കം പിന്നീട് എപ്പോഴൊക്കെ പോരാട്ട വീര്യവുമായി ഇടുക്കിയിൽ കാൽവെച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം VS ചരിത്രം കുറിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ദേവികുളം, മതികെട്ടാൻ, മൂന്നാർ, മറയൂർ, ചെങ്കുളം, കമ്പക്കല്ല്, കടവരി, കൊട്ടാക്കമ്പൂർ, വട്ടവട, മാങ്കുളം തുടങ്ങിയ സ്ഥലനാമങ്ങളെല്ലാം VS എന്നതിൻ്റെ പര്യായമായി മാറിയത്. CPMലെ ഉൾപാർട്ടി സമരകാലത്തും VS അച്യുതാനന്ദൻ പക്ഷത്തിൻ്റെ ശക്തി ദുർഘടമായിരുന്നു. ഒടുവിൽ VS മുഖ്യമന്ത്രിയായിരിക്കെ മൂന്നാറിലെ വൻകിട കയ്യേറ്റങ്ങൾ ലക്ഷ്യമാക്കി JCBകൾ ഉരുണ്ടതോടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. പൂച്ച വെളുത്തതായാലും കറുത്തതായാലും എലിയെ പിടിച്ചാൽ മതിയെന്ന് മാവോയെ ഓർമ്മിപ്പിച്ച് VS പ്രഖ്യാപിച്ചു. ഇതോടെ ഇടുക്കിയിലെ സ്വന്തം പക്ഷവും അതുവരെ തുണയായി നിന്ന CPIയും VSന് എതിരായി. കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയപ്പോഴും VS മൂന്നാറിലെ വൻകിട കയ്യേറ്റങ്ങളുടെ മുഖംമൂടികൾ JCB കൈകൾ കൊണ്ട് വലിച്ചു കീറി. മൂന്നാർ ദൗത്യത്തിന്റെ പേരിൽ പാർട്ടിയിലും മുന്നണിയിലും ഒറ്റപ്പെട്ടെങ്കിലും VS അന്ന് തുറന്നുവിട്ട ഭൂമി കയ്യേറ്റങ്ങളുടെ ഭൂതങ്ങളെ ഇതുവരെ കുപ്പിയിലടയ്ക്കാൻ ഭരണകൂടങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇടുക്കിയുടെ പാരിസ്ഥിതിക രാഷ്ട്രീയത്തിന് മേൽ VS ചാർത്തിയ കയ്യൊപ്പ് വേറിട്ട സവിശേഷതയോടെ അവിടെ തിളങ്ങി നിൽക്കും. ഇടുക്കിയിലെ ഭൂകള്ളക്കടത്ത് ലഹരി മാഫിയ ഉറക്കെ ശബ്ദിക്കാൻ തുടങ്ങുമ്പോഴെല്ലാം പ്രതിരോധത്തിന്റെ ഓർമ്മപ്പെടുത്തലായി ആ കയ്യൊപ്പ് ഉയർത്തെഴുന്നേൽക്കും. ഇടുക്കിയുടെ ഇടനെഞ്ചിൽ എല്ലാ കാലവും VS ഉണ്ടാകും, ഒരു ഓർമ്മപ്പെടുത്തലായി. ദേവികുളവും, മതികെട്ടാനും, മൂന്നാറും, മറയൂരും, ചെങ്കുളവും, കമ്പക്കല്ലും, കടവരിയും, കൊട്ടാക്കമ്പൂരും, വട്ടവടയും, മാങ്കുളവും ഉള്ള കാലത്തോളം. ആലപ്പുഴയിലെ വേലിക്കകത്ത് ശങ്കരൻ മകൻ അച്യുതാനന്ദന്റെ ഓർമ്മകൾ ഇന്നും ഇടുക്കിയുടെ മലമടക്കുകളിൽ മറ്റൊലി കൊള്ളുന്നുണ്ട്. ജനമനസ്സുകളിൽ VS അച്യുതാനന്ദൻ എന്ന വിപ്ലവകാരിയെ മാറ്റി നിർത്താൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റിനെന്നല്ല രാഷ്ട്രീയമില്ലാത്തവർക്കും മനസ്സുണ്ടാകില്ല. ഇത്തരത്തിലൊരു വിപ്ലവ പോരാട്ടം അല്ലെങ്കിൽ അത്തരത്തിലൊരു വിപ്ലവ സൂര്യനാണ് ഇപ്പോൾ മറവ് വന്നിരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മറവി ഉണ്ടാകില്ല എന്ന കാത്തിരിപ്പോടെ അല്ലെങ്കിൽ ആ പ്രതീക്ഷയോടെ വീണ്ടും കാണാം.